വളരെ നമുക്ക് രോഷം വരുന്നൊരു കാര്യമുണ്ടായിരിക്കുന്നു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായി. ഈ താമരശ്ശേരി ചുരം അവിടെ ഒരു ട്രാൻസിറ്റ് പോയിൻ്റാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് പലപ്പോഴും ഈ ലഹരി, പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ലഹരികളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ കടുത്ത വെല്ലുവിളികളാണ് ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ കുറച്ച് പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ ഒരു മർദ്ദിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഈ 3 പേർ അറസ്റ്റിലുമായിട്ടുണ്ട്. ഇവർക്കെതിരെ കർക്കശമായി നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കണം. കാരണം ആളുകൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത്തരം ലഹരികളുടെ വ്യാപനം നമുക്ക് തടയാൻ കഴിയൂ. മാത്രമല്ല ഇവരുടെ മർദ്ദനത്തിൽ 9 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയും വരുന്നുണ്ട്. ഈങ്ങാപ്പുഴ സ്വദേശികളായ 3 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. രാത്രി ഒരു ഏകദേശം സുമാർ 2 മണി കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഉള്ളിൽ അവിടെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തകർ ഇങ്ങനെ പോകുന്ന നേരം 2-3 ആൾക്കാരെ കണ്ടു. അവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവരെ കാണുന്നത്. അവസരത്തിൽ അവരോട് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ പീടിയൻ്റെ ഓണറെയും വിളിച്ച് താക്കീത് ചെയ്ത് വിടുകയും ചെയ്തു. ആ വിട്ട അവസരത്തിൽ പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും അവർ ആവർത്തിച്ച് അത് ഈ ആവർത്തനം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് വിട്ടതിൻ്റെ ആ വൈരാഗ്യത്തിൽ അവർ പുറത്തു നിന്നുള്ള ലഹരിൻ്റെ ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ പ്രവർത്തകനെ അവരെന്ത് ചെയ്തു, മർദ്ദിച്ചു. ആ മർദ്ദിച്ച അവസരത്തിൽ ഇവർ താഴോട്ട് വിളിച്ചു പറഞ്ഞു. ഞങ്ങളോട് അങ്ങോട്ട് ചെന്നേരം ഇവർ കത്തിയെടുത്ത് വീശയിൽ എൻ്റെ കൈക്ക് മുറിവ് പറ്റുകയും വേറെയുള്ള പ്രവർത്തകരൊക്കെ അവർക്ക് കുറേ പേരുണ്ടായിരുന്നു, കൂട്ടം കൂടി മർദ്ദിക്കുകയും ചെയ്താണ്. SKN40 ഭാഗമായിട്ട് നമ്മൾ താമരശ്ശേരിയിൽ എത്തിയപ്പോൾ തന്നെ പല പ്രവർത്തകരും നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, കാര്യം ഇവരൊക്കെ എന്തും ചെയ്യുന്ന മാഫിയ സംഘങ്ങളാണ്, ഇവരെയൊക്കെ നേരിടാൻ നമുക്ക് കരുത്തു പോരാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അളവറ്റ സഹായവും പിൻബലവും നൽകണം. നിങ്ങളവരെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ വരുതിയിൽ നിർത്താൻ ഇത്തരം പൊതുജനങ്ങൾക്ക് കഴിയൂ എന്നത് പോലീസ് സംവിധാനം മനസ്സിലാക്കണം. പോലീസിൻ്റെ ധീരമായ നടപടികൾ ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കരുത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് സമീർ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പോലീസുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു, പോലീസ് കരുത്തോടെ ചില നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നു. അനന്തര നടപടികൾ എന്ത് സ്വീകരിക്കുന്നു എന്നറിയാൻ നമ്മളിതിനെ പിന്തുടരുക തന്നെ വേണം. ഈ വാർത്തയിൽ പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെയാണ് പോലീസും എക്സൈസും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ഇപ്പോഴും ലഹരി വിരുദ്ധ സമിതിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അവരെ സംഘം ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ സന്ധ്യയോടുകൂടെ ഉണ്ടായിട്ടുള്ള ഈ അക്രമം. കഴിഞ്ഞ ദിവസം ഒരു കടയുടെ ഭാഗത്ത് ഈ ലഹരി ഉപയോഗിക്കുന്നത് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെ പ്രവർത്തകർ അവരെ അതുമായി ബന്ധപ്പെട്ട് താക്കീത് ചെയ്യുകയും അവരവിടുന്ന് ഓടിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ഈ സംഘം വീണ്ടും അവിടെ എത്തുകയും അവിടെ ലഹരി ഉപയോഗിക്കുകയും ചെയ്തത്. അത് വീണ്ടും ചോദ്യം ചെയ്യാൻ എത്തിയപ്പോഴാണ് അവർക്ക് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരാളുടെ നേരെയാണ് കത്തി വീശുകയും അതുമായി ബന്ധപ്പെട്ട് മുറിവേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഇരുമ്പുവടി അതുപോലെ തന്നെ മറ്റേ തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം ഉണ്ടായിരിക്കുന്നത്. ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ 3 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാൾ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന ആക്രമണത്തിൽ വലിയ ഒരു ആശങ്ക ജനകീയ സമിതിക്കുണ്ട്, ഒപ്പം തന്നെ അവിടെ നാട്ടുകാർക്കുമുണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ SKN40 ആ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ താമരശ്ശേരിയിലൊക്കെ എത്തുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ആശങ്ക പങ്കുവച്ച കാര്യങ്ങൾ നമുക്കറിയാം. വലിയ ഭീതി അവിടെ ആളുകൾക്കൊക്കെ ഉണ്ട്. ഇത്തരം ലഹരി സംഘങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ അവർ ആക്രമിക്കുന്നു, അവസരം കിട്ടുമ്പോഴൊക്കെ തീർക്കാനുള്ള അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക അവർ പങ്കുവച്ചിരുന്നു. അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടതായാലും ഇപ്പോൾ താമരശ്ശേരി പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈങ്ങാപ്പുഴ സ്വദേശികളാണ്. ഈ സംഘത്തിൻ്റെ ഒപ്പം മറ്റ് 4 പേർ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് കൂടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശക്തമായ നടപടി ലഹരി മാഫിയക്കെതിരെ ഉണ്ടാകും എന്ന കാര്യമാണ് താമരശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. SKN സമീർ സി മുഹമ്മദ്, എന്തായാലും പോലീസിൻ്റെ കൃത്യമായ നടപടികൾ ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു.